നമ്മുടെ ഈ ആനിമയിൽ നായകനായ ടാൻജിറോ സ്വന്തം സഹോദരിയായ നെസൂക്കോയെ ചുമന്നുകൊണ്ട് വേഗത്തിൽ നടക്കുകയാണ്. നെസൂക്കോയുടെ ദേഹത്തു നിന്ന് ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. താൻ എന്ത് വന്നാലും നെസൂക്കോയെ സംരക്ഷിക്കുമെന്ന് ടാൻജിറോ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ടാൻജിറോ കുറച്ച് കൽക്കരി പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെടണോ മോനെ എന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. ന്യൂ ഇയറിന് വേണ്ടിയാണ് താൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് അവൻ തിരിച്ചമ്മയോട് പറയുന്നു. അവന്റെ സഹോദരങ്ങൾ മുഴുവൻ അവന്റെ ചുറ്റും കൂടി എന്നിട്ട് അവരെ കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ വളരെ അപകടം പിടിച്ച പാതയിലൂടെയാണ് താൻ സഞ്ചരിച്ചു പോകുന്നതെന്ന് അവൻ തിരിച്ചു പറഞ്ഞു. അവരെ കൂടെ കൊണ്ടുപോകാൻ ടാൻജിറോ തയ്യാറായില്ല. അങ്ങനെ അവൻ യാത്ര പുറപ്പെടാൻ തയ്യാറായി. അപ്പോഴാണ് ടാൻജിറോയുടെ മറ്റൊരു സഹോദരി നെസൂക്കോ അവിടേക്ക് വന്നത്. സൂക്ഷിച്ചൊക്കെ പോണേ ചേട്ടാ എന്ന് അവൾ അവനോട് പറയുന്നു. അവളോട് യാത്ര പറഞ്ഞ് ടാൻജിറോ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. കുറെ ദൂരം സഞ്ചരിച്ച് പട്ടണത്തിലെത്തിയവൻ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ടാൻജിറോയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചൂടപ്പം വിറ്റുപോകുന്നത് പോലെ അവന്റെ കൽക്കരിയും വിറ്റുപോയി. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് ഓടി വന്നിട്ട് ടാൻജിറോയോട് രക്ഷിക്കണമേ എന്ന് പറയുന്നു. അവന് നേരെ പൊട്ടിയൊരു സാധനം അയാൾ നീട്ടി. ടാൻജിറോ ആ സാധനം മണപ്പിച്ചിട്ട് അതൊരു പൂച്ചയാണ് തള്ളിയിട്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ട് അയാൾ വലിയ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞതല്ലേ, ഞാനല്ലേ ഇത് പൊട്ടിച്ചതെന്ന് മറ്റാൾക്കാരോടായിട്ട് പറയുന്നു. ഈ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ടാൻജിറോയ്ക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ സ്മെൽ എബിലിറ്റി ഉണ്ട്. അങ്ങനെ ടാൻജിറോയുടെ കൽക്കരി മുഴുവൻ വിറ്റ് തീർന്നു. സമയം രാത്രിയായി. അവൻ മഞ്ഞ് മൂടിയ പ്രദേശത്തോടുകൂടി നടക്കുകയാണ്. ആ സമയത്ത് സർ സാബുറോ ടാൻജിറോയെ കാണുകയും ഡീമൻസ് നാട്ടിലിറങ്ങുന്ന സമയമാണെന്ന് പറയുന്നു. ടാൻജിറോയെ അയാൾ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ടാൻജിറോയ്ക്ക് വയറു നിറച്ച ഭക്ഷണം മിസ്റ്റർ സാബുറോ കൊടുക്കുകയും അവർ രണ്ടുപേരും ഡീമൻസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഡീമൻസിനെ സാബുറോ കണ്ടിട്ടുണ്ടോ എന്ന് ടാൻജിറോ ചോദിക്കുമ്പോൾ താൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ വളരെ ഭയാനകമായിട്ടുള്ള രൂപമുള്ള ആൾക്കാരാണ് ഡീമൻസ് എന്നും ടാൻജിറോയോട് പറയുന്നു അയാൾ. എത്ര ഉറപ്പുള്ള വീടാണെങ്കിലും ഡീമൻസിന് നിഷ്പ്രയാസം വീട്ടിനകത്ത് കയറാൻ പറ്റുമെന്നും സാബുറോ പറയുന്നു. ഇതൊക്കെ കേട്ട് ടാൻജിറോയ്ക്ക് വളരെയധികം പേടി തോന്നുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ടാൻജിറോയ്ക്ക് ഡീമൻസ് വല്ലതും വന്ന് അറ്റാക്ക് ചെയ്യുമോ എന്ന് പേടിയായി. അങ്ങനെ അടുത്ത ദിവസമായി. മിസ്റ്റർ സാബുറയോട് യാത്ര പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. അങ്ങനെ വീടെത്താറായപ്പോൾ ചോരയുടെ മണം അവന് വന്നു. അവൻ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പരിസരത്തേക്കെത്തി. അപ്പോൾ അവൻ കാണുന്നത് സ്വന്തം അമ്മയും സഹോദരങ്ങളും ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. തൻ്റെ കുടുംബം മുഴുവൻ ഇല്ലാതായി എന്ന് ഓർത്ത് ടാൻജിറോ തകർന്നുപോയി. നെസൂക്കോയ്ക്ക് ജീവന്റെ തുടുപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ടാൻജിറോ അവളെയും കൊണ്ട് പുറത്തേക്ക് കടന്നു. നെസൂക്കോയെ ചുമന്ന് ടാൻജിറോ നടക്കുകയാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് നെസൂക്കോയ്ക്ക് ബോധം വന്നിട്ട് ടാൻജിറോയെ വലിയ പല്ല് കൊണ്ട് കടിക്കാൻ നോക്കുന്നു. പക്ഷേ ടാൻജിറോ നെസൂക്കയും താഴോട്ട് വീണു. മഞ്ഞിൽ വീണതുകൊണ്ട് ടാൻജിറോ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. നെസൂക്കോയെ കണ്ട് ഓടിയെത്ത ടാൻജിറോയ്ക്ക് മനസ്സിലായി അവൾ ഒരു ഡീമനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവളുടെ സ്മെല്ല് തന്നെ മാറിപ്പോയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ടാൻജിറോയുടെ പുറത്തേക്ക് ചാടി നെസൂക്കോ അവനെ കൊല്ലാൻ നോക്കുന്നു. ടാൻജിറോ ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് അവളെ പ്രതിരോധിക്കുന്നു. തനിക്ക് കുടുംബത്തിലെ മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചില്ല, പക്ഷേ നെസൂക്കോയെ സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും താൻ രക്ഷിക്കുമെന്ന് ടാൻജിറോ പറയുമ്പോൾ നെസൂക്കോയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റായിട്ട് വീഴുന്നു. പെട്ടെന്ന് അവിടേക്കൊരാൾ എത്തിയിട്ട് ഒരു കട്ടാന വെച്ച് നെസൂക്കോയെ കൊല്ലാൻ നോക്കി. എന്നാൽ ടാൻജിറോ നെസൂക്കോയെ രക്ഷിക്കുന്നു. ഇതൊക്കെ കണ്ട് അയാൾ അവനോട് ചോദിച്ചു എന്തിനാണ് ഈ ഡീമനെ അവൻ രക്ഷിക്കാൻ നോക്കുന്നതെന്ന്. നെസൂക്കോ തന്റെ അനിയത്തിയാണെന്ന് ടാൻജിറോ പറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ നെസൂക്കോയെ റാഞ്ചിയെടുക്കുന്നു. താൻ ഒരു ഡീമൺ സ്ലെയർ ആണെന്നും നെസൂക്കോയെ കൊന്നില്ലെങ്കിൽ അവൾ കാരണം ഇനിയും ഡീമൺസ് ഉണ്ടാകുമെന്നും അയാൾ പറഞ്ഞു. ഡീമന്റെ ചോരയും നെസൂക്കോയുടെ ചോരയും ഒരുമിച്ച് ചേർന്നതുകൊണ്ടാണ് നെസൂക്കോ ഡീമൻ ആയത് എന്ന് ഡീമൺ സ്ലെയർ പറയുന്നു. താൻ തന്റെ കുഞ്ഞനിയത്തെ രക്ഷിക്കുമെന്നും തന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ഡീമനെ കൊല്ലുമെന്നും ടാൻജിറോ പറയുന്നു. പക്ഷെ ഇതൊന്നും ആ ഡീമൺ സ്ലെയർ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പ്ലീസ് നെസൂക്കോയെ കൊല്ലരുതെന്ന് അയാളോട് ടാൻജിറോ അപേക്ഷിക്കുന്നു. അതൊരിക്കലും സാധ്യമല്ലെന്ന് നെസൂക്കോയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡീമൺ സ്ലെയർ പറയുന്നു. നെസൂക്കോയെ കട്ടാന വെച്ച് അയാൾ കുത്തുന്നത് കണ്ട് ദേഷ്യം വന്ന ടാൻജിറോ ആ ഡീമൺ സ്ലെയറിന്റെ അടുത്ത് പാഞ്ഞെത്തി. എന്നാൽ ഡീമൺ സ്ലെയർ അവനെ അടിച്ചു താഴെ ഇട്ടു. എന്നാൽ അവന്റെ കയ്യിലുള്ള കോടാലി കാണുന്നില്ല. പെട്ടെന്ന് ആ കോടാലി അയാൾക്ക് നേരെ പാഞ്ഞു വരികയും അലനാരിഴയ്ക്ക് ആ ഡീമൺ സ്ലെയർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. നെസൂക്കോ പെട്ടെന്ന് ടാൻജിറോയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ടാൻജിറോയെ കൊല്ലാതെ അവന് കാവലിരിക്കുന്നു. പെട്ടെന്ന് നെസൂക്കോ ഡീമൺ സ്ലെയറെ ആക്രമിക്കുന്നു. ഒരു വിധത്തിൽ അയാൾ നെസൂക്കോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ നെസൂക്കോയെ കീഴ്പ്പെടുത്തി. ടാൻജിറോയ്ക്ക് ബോധം വന്നപ്പോൾ നെസൂക്കോ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവളുടെ വായ ഒരു ബാംബു സ്റ്റിക്ക് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്.
നെസൂക്കോയെ രക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ഡീമൺ സ്ലെയർ ടാൻജിറോയോട് നെസൂക്കോയെ കൂട്ടി സെയ്ഗിരി മലമുകളിലുള്ള ഒരാളെ പോയി കാണാൻ പറയുന്നു. ഗയോ ടൊമിയോക്ക എന്നാണ് ഇവരോട് സംസാരിച്ച ഈ ഡീമൺ സ്ലെയറിന്റെ പേര്. ടാൻജിറോയും നെസൂക്കോയും വീട്ടിലെത്തി അമ്മയെ സഹോദരങ്ങളെ മറവ് ചെയ്തു. അങ്ങനെ ടാൻജിറോയും നെസൂക്കോയും മലമുകളിലേക്ക് യാത്ര തിരിച്ചു. ഡീമൺ സ്ലെയറിന്റെ ബാക്കി ഭാഗം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.